ഞങ്ങൾ 4 മാസം എടുത്തിട്ടാണ് ബാംഗ്ലൂർ സെൻട്രലിലത്തെ വോട്ടർ പട്ടിക ലിസ്റ്റ്, ഈ പേപ്പർ ലിസ്റ്റ് ഒന്ന് പഠിച്ച് 4 മാസം എടുത്തു. 4 ദിവസം കൊണ്ട് വയനാട്ടിലെ വോട്ടർ പട്ടിക എങ്ങനെ അനുരാഗ് താക്കൂർ നോക്കാൻ പറ്റിയത്? അപ്പോൾ അനുരാഗ് താക്കൂറിനെ BJPക്കും ഡിജിറ്റൽ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ കൈമാറിയോ? കൈമാറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത് തെളിയിച്ചു? ഇങ്ങനെ ഇത് പറഞ്ഞു, ഈ ആരോപണം ഉന്നയിച്ചു? ഇത് രണ്ടിനും മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അവർക്ക് മറുപടി പറയാതെ മാറി നിൽക്കാൻ കഴിയില്ല. കാരണം നിരന്തരമായി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും സത്യം പറഞ്ഞതിന്റെ പേരിൽ വേട്ടയാടാൻ ശ്രമിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ. അനുരാഗ് താക്കൂറിനോടാണ് പിന്നെ ഇത്തരം കാര്യങ്ങൾ ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇവിടെ തന്നെയുള്ള സഹപ്രവർത്തകരോടൊന്ന് വിലയിരുത്തി പരിശോധിച്ച് നോക്കണം എന്താണെന്ന്. അല്ലാതെ കേരളത്തെ അപമാനിക്കുന്ന ഈ പ്രസ്താവന നടത്തിയ അതിന്റെ പേരിൽ പരസ്യമായി മാപ്പ് പറയാനെങ്കിലും തയ്യാറാകണം. അല്പസ്വല്പം ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ഒരു മാന്യതയെങ്കിലും അദ്ദേഹം കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞു പോയതാണ് എന്ന് പറയാനുള്ളൊരു മാന്യതയെങ്കിലും അദ്ദേഹം കാണിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്നൊക്കെ അർത്ഥം ഒന്നേ ഉള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ, വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്നും അതിനെ തടുക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അവർ കൂടുതൽ അപകടത്തിലേക്ക് പോകുകയാണെന്നുള്ളതും വ്യക്തമായിരിക്കുകയാണിപ്പോൾ.